ദേശപരദേവതയും അനുഗ്രഹപ്രധാനിയുമായ ബാലഭദ്രാദേവി കുടികൊള്ളുന്ന മണ്ണക്കനാട് കാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രകലാകാരന്മാരായ കുറിച്ചിത്താനം രാമക്കുറുപ്പും വെളിയന്നൂർ അരുണും കലാപീഠം രതീഷ് കുറിച്ചിത്താനം എന്നിവർ ചേർന്ന് വരച്ച ഭദ്രകാളിയുടെ രൂപം ആകർഷകമാകുന്നു. ഏറെ പ്രത്യേകതകളുള്ള ഭദ്രകാളിയുടെ രൂപമാണ് പതിറ്റാണ്ടുകളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ കലാകാരന്മാർ കളംവരയിലൂടെ പുറത്തെടുത്തിരിക്കുന്നത്. പഞ്ചവർണ്ണ പൊടികളെന്നറിയപ്പെടുന്ന ഉമിക്കരി, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കിയ ചുവന്ന പൊടി, വാഴയിലപ്പൊടി എന്നിവ ഉപയോഗിച്ച് ദേവീദേവന്മാരുടെ രൂപം വരയ്ക്കുന്ന പ്രക്രിയയാണ് കളംവര പാട്ട് എന്നിവയായി അറിയപ്പെടുന്നത്. സാധാരണയായി ഭദ്രകാളി, ശാസ്താവ് എന്നിവയുടെ രൂപങ്ങളാണ് ഉത്സവങ്ങളോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വരയ്ക്കുക. ഇവയ്ക്ക് തന്നെ ഭദ്രകാളിക്ക് 4 കയ്യ്, 8 കയ്യ്, 16 കയ്യ്, 32 കയ്യ് എന്നിങ്ങനെയാണ് വിവിധ ദിവസങ്ങളിലായി ഈ കലാകാരന്മാർ വരയ്ക്കുക. പുരാണ കഥാപാത്രമായ ദാരിക ദാനവേന്ദ്രന്മാരെ വധിച്ചതിനു ശേഷം ഭദ്രകാളി വരുന്നതിന്റെ രൂപം നാരദ മഹർഷി പരമശിവന് വരച്ചു കാണിച്ചു കൊടുക്കുന്നതാണ് കളംവരയുടെ ഐതിഹ്യമെന്നറിയപ്പെടുന്നത്. മണ്ണക്കനാട് കാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഉത്സവത്തിനോടനുബന്ധിച്ച് വരച്ചിരിക്കുന്ന ഭദ്രകാളിയുടെ രൂപവിധാനങ്ങൾ കാണാൻ നൂറുകണക്കിന് ഭക്തരാണ് നിത്യേന ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചവർണ്ണ പൊടികളായ അരിപ്പൊടി, ഉമിക്കരിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കുന്ന ചുവപ്പ് പൊടി, വാകയിലപ്പൊടി എന്നിവ ചേർത്ത് ദേവിയുടെ രൂപം എഴുതുന്ന അനുഷ്ഠാന കഥയാണിത്. 4 കൈ, 8 കൈ, 16 കൈ, 32 കൈ, പിന്നെ വൈക്കത്ത് വടപ്പുറത്താട്ടോടനുബന്ധിച്ച് 64 കൈയും സാധാരണ എഴുതി വരുന്നുണ്ട്. ഭഗവതി, ഭദ്രകാളി, അന്തിമഹാളൻ, അയലേഷി, ശാസ്താവ്, ഗന്ധർവൻ തുടങ്ങി ദേവീദേവന്മാരുടെ കളകളും എഴുതി വരുന്നുണ്ട്. കളത്തിൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് ദാരിക വധത്തിന് ശേഷം ഭഗവതി കോപത്തോടെ മടങ്ങി വരുന്ന കോപം ശമിപ്പിക്കുന്നതിനായി മടങ്ങി വരുന്ന ദേവിയുടെ രൂപം എങ്ങനെയെന്ന് പരമശിവൻ നാരദ മഹർഷിയോട് ചോദിക്കുകയും ആ രൂപം നാരദ മഹർഷി അടുത്ത് വരച്ച് കാണിക്കുകയും ചെയ്തു. അതിനോടനുബന്ധിച്ചാണ് പിന്നീട് കളം ഉത്ഭവപ്പെട്ടത് എന്ന് പറയുന്നു.